കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ MP EDക്ക് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യലിനായി ഹാജരായത്. എല്ലാത്തിനുമുള്ള ഉത്തരം തന്റെ പക്കൽ ഉണ്ടെന്ന് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ED ഉദ്യോഗസ്ഥർ ചോദിക്കാതെ തന്നെ രേഖകൾ ഹാജരാക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാനായിട്ടാണ്. എന്താ ചോദ്യം വരുന്നതെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ ആദ്യം അഡ്വാൻസ് ആയിട്ട് പറയണ്ട. എല്ലാം ഹാജരാക്കിയില്ല, ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെടുന്നതിന് മുന്നേ ഹാജരാക്കി. സഹിൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്നും. സഹിൻ, ED ഉദ്യോഗസ്ഥർ പറയുന്നതിന് മുന്നേ, ചോദിക്കുന്നതിന് മുന്നേ രേഖകൾ ഹാജരാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും കെ രാധാകൃഷ്ണനിൽ നിന്നും ED വ്യക്തത തേടുക? പ്രധാനമായിട്ടും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ജില്ലാ സെക്രട്ടറിമാരുടെ കാലയളവിലായിരുന്നു ആ തട്ടിപ്പ് നടന്നിരുന്നത്. ഒന്ന് SC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, മറ്റൊന്ന് ഈ പറയുന്നത് പോലെ തന്നെ രാധാകൃഷ്ണൻ MP ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിലവിലെ സെക്രട്ടറി. അങ്ങനെ 3 ജില്ലാ സെക്രട്ടറിമാരുടെ കാലഘട്ടത്തിലായിരുന്നു തട്ടിപ്പ് നടന്നിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നതും. എന്തായാലും മറ്റ് 2 സെക്രട്ടറിമാരുടെയും മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി രാധാകൃഷ്ണൻ MPയുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ കരുവന്നൂർ ബാങ്കിൽ നടന്ന ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിൽ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ രാധാകൃഷ്ണൻ ഇടപെട്ടിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിലേക്കോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലെങ്കിലും അക്കൗണ്ടുകളിലേക്കോ പണം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം എത്തിയിട്ട് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അല്പനേരത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും പ്രധാനമായിട്ടും അന്വേഷണ സംഘം ചോദിച്ചറിയാൻ ശ്രമിക്കുക. പക്ഷേ മുന്നേ തന്നെ താൻ എല്ലാ രേഖകളും ഹാജരാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കെ രാധാകൃഷ്ണൻ MP ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ശരി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.